പറഞ്ഞിരുന്നത് ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ വരണം എന്നാണ്. മേ ബി രാവിലെ അതിന്റെ കുറച്ചൊക്കെ ഒരു ഇതിലാണ് വന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പം ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് കാര്യങ്ങൾ രാവിലെ തൊട്ട് ഇപ്പൊ വരെയും കുറേ കാര്യങ്ങൾ അവർ ആക്ടിവിറ്റീസ് ചെയ്തു. ഇവിടെ വന്ന് ഓരോരുത്തർ സംസാരിച്ചു. സോ ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ആഴത്തിൽ ഫീൽ ചെയ്തൊരു കാര്യം, ശരിക്കും നമ്മുടെ കുട്ടികള് നമ്മളെ ഓരോന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പെർഫെക്റ്റ് പാരന്റിനെ ആർക്കും വേണ്ട. എനിക്ക് ഇന്ന് അവർ സംസാരിച്ചപ്പോഴൊക്കെ മനസ്സിലായ ഒരു കാര്യം, അവർ ആക്ച്വലി നോക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും എത്ര പെർഫെക്റ്റ് ആണെന്നോ, ഞാൻ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാത്തിനും അവരുടെ കയ്യിൽ ഉത്തരവുണ്ടോ, അങ്ങനെയൊന്നുമല്ല. അവരുടെ കൂടെ നമ്മൾ എത്രത്തോളം നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ആ മോന് അക്ഷയ്, അവൻ അത്രയും കാര്യങ്ങൾ ചെയ്തു. അപ്പം സുധാമാമ ഞാനും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു പക്ഷേ അവൻ്റെ അടുത്ത് അവന് ആദ്യത്തെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഓരോന്ന് ചെയ്യാൻ വരുന്ന സമയത്ത് നീ എന്താടേ കാണിച്ചുകൊണ്ടിരിക്കുന്നേ, പോയി പഠിക്കുമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ കണ്ടതൊന്നും ഇവിടെ കാണില്ലായിരുന്നു. ശരിയല്ല മാം? അല്ലേ? അത് ചെയ്യാതെ അവനെ അവൻ്റെ വഴിക്ക് വിട്ടത് കൊണ്ടാണ് ഇന്ന് അത്രയും പ്രൗഡ് പാരൻസ് ആയിട്ട് അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അതായത് പെർഫെക്ഷൻ. അതായത് ആശു എൻ്റെ മോനാണ്, അവന് 5 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഞാനൊക്കെ കണ്ട് വളർന്നിട്ടുള്ളൊരു പാരന്റിങ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും എന്ത് പറയുന്നോ അതൊക്കെ നമ്മൾ അനുസരിക്കുക. തെറ്റാണെങ്കിലും നമുക്കൊന്നും തിരിച്ചു പറയാൻ പറ്റില്ല, പേടിയാണ്. പക്ഷെ അവൻ എന്നെ കൊണ്ട് സോറി പറയിപ്പിക്കും. ഞാൻ പറഞ്ഞൊരു കാര്യം തെറ്റാണ് അല്ലെങ്കിൽ അവനത് ഫീൽ ചെയ്തു, ഹേർട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ അമ്മി സോറി പറ എന്ന് പറയും. എനിക്ക് ആദ്യകാലത്തൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ആ സോറി പറയാൻ. പക്ഷെ ഇപ്പം അതൊരു ഒരു നോർമൽ ആയിട്ടുള്ളൊരു കാര്യമായി മാറി എന്നുള്ളതാണ് ആ സോറി. എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അല്ലെങ്കിൽ അവനൊരു വിഷമം വന്നാൽ എന്നെ കൊണ്ട് ഉടനെ ഞാൻ തന്നെ അറിയാണ്ട് സോറി പറയും. അതാ പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ ശരിക്കും നമ്മളിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ കുറച്ചധികം പോയിന്റ്സ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. ഓരോ കുഞ്ഞുങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയേണ്ടത്, ശരിക്കും ഇതൊരു മൂവ്മെൻ്റ് ആണ്. ഓക്കെ, അതായത് പാരൻസ് എപ്പോഴും സ്പീഡായിരിക്കും, ശരിയല്ലേ? നമുക്ക് ഭയങ്കര സ്പീഡായിരിക്കും. പക്ഷെ കുഞ്ഞുങ്ങൾ നമ്മളോട് പറയണത് ഇത്രയും സ്പീഡൊന്നും വേണ്ട. ആ സ്പീഡ് കുറച്ചിട്ട് അവരെ മനസ്സിലാക്കി അവർക്ക് എന്താണ് ആവശ്യമുള്ളത് അത് ആ ഒരു സ്പീഡിലേക്ക് പോകാൻ വേണ്ടി. അപ്പം ശരിക്കും സ്പീഡല്ല, ഒരു ലക്ഷ്യമാണ് വലുത് എന്നുള്ളതാണ് ഓരോ കുഞ്ഞുങ്ങളും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് സുധാമാം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൂവ്മെൻറ്റും. സോ ഇവിടെ വന്നിരിക്കുന്ന ഇപ്പം ഇവിടെ ഇരിക്കുന്ന പാരൻസിനോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എനിക്ക് മനസ്സിലായൊരു കാര്യം, അതെനിക്ക് ഇന്ന് മനസ്സിലായൊരു കാര്യമാണ്. ശരിക്കും ഞാൻ രാവിലെ പറഞ്ഞിരുന്നെങ്കിലും കുറച്ചും കൂടെ അത് ആഴത്തിൽ ഇപ്പം എനിക്ക് മനസ്സിലായി. ആക്ച്വലി നമ്മൾ കുട്ടികളെ വളർത്തുകയല്ല, കുട്ടികൾ നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആശുവിൻ്റെ അടുത്തും നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പം മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരാളാകുക എന്നുള്ളതിലുപരി അവർ ശരിക്കും നമുക്ക് കാണിച്ചു തരികയാണ് നമ്മൾ ആരാന്ന്. ശരിയല്ലേ? ഞാൻ എങ്ങനെയാണോ, ഞാൻ എന്താണോ ചിന്തിക്കുന്നത്, ഞാൻ എന്താണോ പറയുന്നത്, എൻ്റെ കുഞ്ഞും അതായിരിക്കും. അപ്പോൾ കുഞ്ഞിനെ പറഞ്ഞിട്ട് കാര്യമില്ല, ബിക്കോസ് അവർ നമുക്ക് പഠിപ്പിച്ചു തരുവാണ് അമ്മ ഇങ്ങനെയുള്ള ഒരാളാണ്, അമ്മ ഇങ്ങനെ ആയതുകൊണ്ടാണ് അവനിങ്ങനെ ആവുന്നത്. ശരിയല്ലേ? യെസ്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇവൻ ഭയങ്കര സ്റ്റേജ് ഫിയറും ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര മടിയൊക്കെയുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പം കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഓഫ്ലൈൻ ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അവനെ കൊണ്ടുപോകണ്ട, കാരണം കണ്ടല്ലോ ഇപ്പം നിങ്ങളിതിലെ അവൻ്റെ ഏജ് അതാണ്, ഇങ്ങനെ ഓടി നടക്കും. അപ്പം ഞങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല, കൊണ്ടുപോകണ്ടെന്നായിരുന്നു മെജോറിറ്റിയുടെ അഭിപ്രായം. കുഴപ്പമില്ല, വീട്ടിലിരിക്കട്ടെ എന്ന്. പക്ഷെ ഞാൻ കൊണ്ടുപോയി, ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയി, റിസ്ക് എടുത്ത് കൊണ്ടുപോയി. സജിത്തിനും പകുതി മനസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് അവിടെ വന്നത് കൊണ്ടാണ് ഇന്നിപ്പം എനിക്ക് സംസാരിക്കണം മൈക്കിലെന്ന് പറഞ്ഞിട്ട് അവൻ സ്റ്റേജിൽ കയറിയിട്ട് 2 വാക്കാണെങ്കിലും പറഞ്ഞത്. ഓക്കെ, സോ അതാ ഞാൻ പറഞ്ഞത്, അവരെന്താണോ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് തിരിച്ചും നമുക്ക് കിട്ടുന്നതും അതായിരിക്കും. അപ്പോൾ ഈ ഒരു മൂവ്മെന്റ് നമ്മൾ ഓരോരുത്തരും, സുധാ മാമിന്റെ മാത്രം ഒരു മൂവ്മെന്റ് അല്ല ഇതൊരു പ്രസ്ഥാനം നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ ക്രിയേറ്റ് ചെയ്തതാണ്.